2 Corinthians 6-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് ഉച്ചത്തിൽ ശബ്ദമുയർത്തി ആരെങ്കിലും വായിച്ചാട്ടെ. 2 Corinthians 6-ാം അധ്യായം 3-ാം വാക്യം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും വിടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന് ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. We put no stumbling block in anyone's path, so that our ministry will not be discredited. Our ministry will not be discredited. മലയാളത്തില് ശുശ്രൂഷയ്ക്ക് അത് ഇടർച്ച വരുത്തുക. ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ നാം ഓർക്കണം, ഒരു ശുശ്രൂഷ ഇടർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. To build up in such a way, we have to dedicate by ourselves. അതിൽ പോരാ, വാക്കുകൾ പോലും പലപ്പോഴും നമ്മളെ ശുശ്രൂഷകന്മാരായ എന്നെയും എന്റെ കൂടെ ഇരിക്കുന്ന സഹപ്രിയപ്പെട്ടവരെയും ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. We put no stumbling. ആ വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇടർച്ച, തെറ്റ്, വീഴ്ച. There are lot of meanings of that words. അതെന്തായി തീരും? ആ മിനിസ്ട്രി probably will be discredited. ഒന്ന് കാര്യം ഓർക്കണം, മിനിസ്ട്രി എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്, അക്കൗണ്ടിൽ ക്രെഡിറ്റ് വീഴുമ്പോൾ എമൗണ്ട് കൂടി വരും, നമുക്ക് പല പല കാര്യങ്ങൾ വരും. ശുശ്രൂഷയിൽ സ്വർഗ്ഗത്തിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. പക്ഷെ ഇടർച്ച വന്നാൽ it may chance to discredit the ministry. അപ്പൊ അതിന് ഹേതു വരാതെ വണ്ണം നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് ഒരു ശുശ്രൂഷകന്റെ ദൗത്യം. ഞാൻ നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ വർഷമൊക്കെ സൗദിയിലേക്ക് വന്നതിന് ശേഷം ഒരു ചെറിയ കമ്പനിയിലായിരുന്നു. അതിനുശേഷം ജോലിക്ക് വ്യത്യാസം വരണമെന്ന് ഓർത്ത് ഞാൻ വളരെ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു. എനിക്ക് 2 ഇടത്ത് ഓഫർ വന്നു. ഒന്ന് വന്നത് നമ്മുടെ അൽമുവാസ്ത ഹോസ്പിറ്റലാണ്. അന്ന് അവർ ചെറിയൊരു ഹോസ്പിറ്റലാണ്, ക്ലിനിക്കാണ്. അവർക്ക് ഒരുപാട് ഹോസ്പിറ്റൽ പണിയാണ്. ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് എൻ്റെ മാനേജർ. ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഞാനൊരു 10 ദിവസത്തേക്ക് ഞാൻ വെക്കേഷന് പോവുകയാണ്. as soon as I come I will give you the job order for you എന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ETന്ന് കോൾ വരുന്നത്. ETന്ന് കോൾ വന്നപ്പോൾ ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന്റെ ബോസ്, അദ്ദേഹം UK പഠിച്ച മാസ്റ്റർ ഡിഗ്രി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും സംസാരവും എല്ലാം കണ്ടപ്പോൾ ഞാൻ ഒരുപാട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായി ഇംപ്രസ് ആയി തീരുവാനിടയായി തീർന്നു. അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇറ്റ്സ് എ ഗ്രോയിങ് കമ്പനി. ഇഫ് യു ആർ ഗ്രോയിങ്, ഇഫ് വി ഗ്രോ യു ഓൾസോ ഗ്രോ എന്ന് പറഞ്ഞു. ഞാനത് എടുത്തു. ഞാൻ പറയാൻ വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളെ സൈറ്റ് എഞ്ചിനീയറായിട്ടാണ് ഞാൻ അവിടെ ആദ്യം ജോലി ചെയ്തത്. ഈ ആവശ്യമായി ഞാൻ വന്നപ്പോൾ ഓർമ്മ വന്ന് പറഞ്ഞത് മാത്രമേ പറയാൻ വേണ്ടി എടുക്കുന്നതല്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പെറ്റി ക്യാഷ് കിട്ടും, സൈറ്റിൽ ചെലവാക്കാനുള്ള പെറ്റി ക്യാഷ്. ഞങ്ങൾ 3 എഞ്ചിനീയേഴ്സേ ഉള്ളൂ. ഞാനാണ് രണ്ടാമത്തെ ആള്, ആദ്യത്തെ ആൾ ഒരു മലയാളിയാണ്, മൂന്നാമത്തെ ഒരു മലയാളിയാണ്. അവരാരും ഒരിക്കലും കൊണ്ട് കറക്റ്റ് സമയത്ത് ആ പെറ്റി ക്യാഷ് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യത്തില്ല അക്കൗണ്ട്. ഞാൻ എടുത്തു വന്നത് മുതൽ തന്നെ ഞാൻ കറക്റ്റ് സമയത്തിന് അവിടെ കൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. അപ്പോൾ അക്കൗണ്ട്സ് എല്ലാം ഒരു സംസാരമായി മാനേജ്മെന്റിൽ ചെന്നു. മറ്റുള്ളവരൊക്കെ വർഷാവസാനമാകുമ്പോൾ കൊണ്ട് കൊടുക്കും, കുറച്ചൊക്കെ ഇൻവോയ്സ് മിസ്സായിട്ട് നമുക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ചെയ്യുന്നവരാ. അപ്പോൾ പലപ്പോഴും ചിലർ എഴുതി തള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ചെയ്യത്തില്ല, ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ സാധനം എന്ന് വെച്ചാൽ, നമ്മൾ വിശ്വസ്തയിൽ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ, അവസാനം എന്നെ ഓപ്പറേഷൻ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൗദികൾ ഒരുപാടുണ്ട്. ഈ അടുത്ത കാലത്ത് കോവിഡിന് മുമ്പ് എന്റെ ബോസ് അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഇഫ് യു ഹാവ് നോട്ട് സൈൻ എ ഡോക്യുമെന്റ് ഇറ്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ മൈ സിഗ്നേച്ചർ ചെയർമാൻ ഓഫ് ദ ET. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് വേദോസ്തം പിടിച്ചാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സൗദികള് ഞാനൊരു പേപ്പർ കൊടുത്താൽ അവരൊരു ചോദ്യം ചെയ്തില്ല, പെട്ടെന്ന് അവരെ എന്റെ അടുക്കൽ വരും, പെട്ടെന്ന് മേടിച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞ അതിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? ചില വിശ്വസ്തത നമ്മൾ കാക്കണം. സ്തോത്രം. So to build up such a faithfulness, ഞാൻ കുഞ്ഞുങ്ങളെ വൈകിട്ട് പറയുന്നത്, മക്കളെ, you have to be dedicate so many things.
ഒരു ബാഡ് നെയിം ഉണ്ടാക്കാൻ മതി. Just for a moment you can make a bad name. If you want to make a good name in the school, in the college, wherever you go, you have to be a role model of somebody. മനസ്സിലായോ? നമുക്കൊരു പേരുണ്ടാക്കാൻ ചെയ്തപ്പോൾ ഒരു നിമിഷം മതി. പക്ഷെ ഒരു നല്ല പേരുണ്ടാക്കാൻ it may take maybe 10 to 20 to 25 years. I took more than 10 to 20 years to get the good name in the company. നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ ആ കമ്പനിയുടെ സ്പോൺസർഷിപ്പില്ല. അവരുടെ വണ്ടി ഉപയോഗിക്കുന്ന അവരുടെ വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ച് ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്ലാൻ, ആർ യു റിന്യൂവിംഗ് യുവർ കാമ? I said no, I have to go. എന്തായാലും കാരണം ഞാൻ എന്നെ തന്നെ പൂർത്തി പറയല്ല, ഈ വചനമായിട്ട് വന്നത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വസ്തതയുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഇന്നിവിടെ കഴിഞ്ഞ സ്വപ്നോട് ഞാൻ പറഞ്ഞു, ഒരുപാട് വർക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ കമ്പനി കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു കമ്പനിയിൽ ദൈവം നിന്നെ മാനിക്കും. നമ്മൾ എന്തായിരിക്കണം സംഘത്തോട് പറഞ്ഞു, വിശ്വസ്തത, faithfulness, so that we will be credited in some of the accounts. എവിടെയും നമുക്ക് ക്രെഡിറ്റ് ഉണ്ടാവാൻ ഇടയായിത്തീരും. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ശുശ്രൂഷയ്ക്ക് എന്തുണ്ടായിത്തീരും? ഇടർച്ച ഉണ്ടാകാനുള്ള കാരണം ഉണ്ടായിത്തീരും. Praise the Lord. Hallelujah. സ്തോത്രം. സ്റ്റംബ്ലിംഗ് ഉണ്ടാകാനുള്ള കാരണം ഉണ്ടായിത്തീരും. അങ്ങനെയാണെന്നുവെങ്കിൽ എങ്ങനെയാണ് ഇടർച്ച വരാതെ ഒരു ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? 1 Corinthians 4 വാക്യം നമുക്ക് വായിക്കാം. 1 Corinthians chapter 4 verses 1. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ Therefore, since through the God's mercy, അതാണ് എന്റെ പോയിന്റ്. ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് we need the mercy of the God. പിള്ളേർക്ക് പറഞ്ഞ what we need it? The mercy of God. പറഞ്ഞേ ഒന്നുണ്ടായിരിക്കണം. പഠിക്കുമ്പോൾ നമുക്ക് ഉന്നതത്തിലേക്ക് എന്തുണ്ടായിത്തീരണം? mercy of the God. ശുശ്രൂഷന്മാർക്ക് എന്തുണ്ടായിത്തീരണം? mercy of the God. ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട്, ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങൾ ധ്യാനിച്ച് വന്ന് പ്രവർത്തിച്ച് നോട്ട് ചെയ്ത് കൊണ്ടുവന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ ദൈവവചനം പറയുന്നു we need the God's mercy. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടായിരിക്കണം. നമുക്ക് വലിയ ഡോക്ടറേറ്റ് ഉണ്ടായേക്കാം, വലിയ ഉന്നതമായിട്ടുള്ള സ്പിരിച്വൽ അല്ല, മറ്റുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, പദവികൾ ഉണ്ടായേക്കാം. പക്ഷേ പദവി ഉള്ളപ്പോൾ ഈ വേദപുസ്തകം എടുത്ത് ആത്മാവിന് ഒരു വാക്ക് പറയാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ what is the use of your doctorate? ഒന്നും പറയാൻ. അപ്പൊ ദൈവത്തിന്റെ കൃപയാണ് ഒന്നാമതായിട്ട് ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കാനൊക്കെ വേണം ഉള്ളതായ ഗുണങ്ങൾ. ഈ ദൈവത്തിന്റെ ആ കൃപയുടെ ഗുണങ്ങളാണ് താഴെ നമ്മൾ കേട്ടത്. renounce, select and the shameful ways. We do not use the deception. We do not destroy the words of God. നമ്മൾ ദൈവവചനത്തിൽ എന്തായിട്ടെന്ന് അറിയാമോ? ദൈവവചനത്തിൽ ദൈവം കൂട്ടിച്ചേർക്കൽ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പല പ്രാവശ്യം ദേവദാസന്മാരോട് പറയുന്നുണ്ട്, വീണ്ടും നിങ്ങളുടെ ഒരു ശിക്ഷണം ഞാൻ പറയാം. നിങ്ങൾ 10 മിനിറ്റ് ശുശ്രൂഷിച്ചപ്പോൾ വേണ്ട ദൂത് നമുക്ക് ലഭിച്ചു. സംഘടന ശുശ്രൂഷ അങ്ങനെയാണ്, ധ്യാനിച്ചു വരണം. അതിനുള്ള പോയിന്റ് ടച്ച് ചെയ്യും. ഞാൻ എന്റെ അനുഭവം പറയാം. വെള്ളിയാഴ്ച മെസ്സേജ് കൊടുക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ കർത്താവ് ഏത് വാക്യമാ ഇങ്ങനെ പറയുമ്പോൾ രാവിലെ വീട്ടൊക്കെ വേദോസം വായിക്കുമ്പോഴൊക്കെയും ഒരു വാക്യം നമ്മളെ കൊണ്ട് സ്പർശിക്കും. അങ്ങനെയല്ല എല്ലാം അങ്ങനെ ചെയ്യുന്നത്. ആ വാക്യം ധ്യാനിച്ച് വചനം പഠിച്ച് വചനത്തിലൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ദൈവസ്ഥൽ പറയുമ്പോൾ ഒരു പക്ഷേ ദൈവമക്കൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിലും അന്ന് ആഗ്രഹത്തോടെ വരുന്ന ഒരു കുഞ്ഞിനെ പ്രയോജനപ്പെടുവാനിടയായിത്തീരും. ഒന്ന്, ദൈവത്തിന്റെ കരുണയുണ്ടായിരിക്കണം. We need the mercy of the God. രണ്ടാമതായിട്ട് എന്താണ് ശുശ്രൂഷ ഭംഗം വരാതിരിക്കാതെ വേണ്ട കാര്യങ്ങൾ? 2 Corinthians 3 അധ്യായം 3 വാക്യം വായിക്കാം. 2 Corinthians chapter 3 verses 3.
ക്രിസ്തുവിൽ പത്രമായി നിങ്ങളിൽ വെളിപ്പെടുമല്ലോ. You saw that you are a letter from Christ. മലയാളത്തിലെ വിവർത്തനം പത്രം എന്നുള്ളത് അത് നല്ല പത്രം എന്തിനെ കാണിക്കുന്നു? അനേക വാർത്തകൾ കാണിക്കുക. പത്രം എന്തിനെ കാണിക്കുന്നു? പക്ഷെ ഇവിടെ പറയുന്നു you saw that you are a letter from God. എനിക്ക് മിനിസ്ട്രിന്ന് അന്ന് ഡോക്ടർ തോബിക് റാബിയ തോബിക് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ആലത്ത് ഞാൻ കളയത്തില്ല. ഞാനത് ഫോയിൽ പേപ്പറിനകത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ഫോയിലിനകത്ത് വെച്ചിരിക്കുക. എന്താ എൻ്റെ കാര്യം? ഇവിടുത്തെ ഒരു മിനിസ്റ്റർ തന്ന ഒരു ലെറ്ററാണ്, ഒരു അപ്രിസിയേഷൻ ലെറ്ററാണ്. അങ്ങനെയാകുമെങ്കിൽ ഈ സകലത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരു ലെറ്റർ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ശുശ്രൂഷ എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. You saw that you are a letter of Christ. സ്തോത്രം. ഒരു ശുശ്രൂഷകൻ, you are a letter of Christ. നീ യേശുവിന്റെ പത്രമായി തീരണം. പത്രം വായിക്കാനുള്ളതാ, പത്രം ഇൻഫർമേഷൻ ഉള്ളതാ, പത്രം അനേക വാർത്തകൾ നൽകുന്ന, പത്രത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും സാധിക്കും. ഒരു ശുശ്രൂഷകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അനേക കാര്യങ്ങൾ അനേക കാത്തുവന്നിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം you should be a letter of the Jesus Christ. ശുശ്രൂഷ ഭംഗം വരാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം നമ്മൾ ക്രിസ്തുവിൽ ഒരു പത്രമായി തീരണം. മൂന്നാമത് ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കാൻ തക്കവണ്ണം എന്താണ് കാരണം? ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ chapter 3 verse 6. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. മതി. Our competence comes from God. He has made us a competent as a minister of the new covenant. ഒരു ശുശ്രൂഷകൻ പുതിയ നിയമ ഉടമ്പടി പരിപാലിക്കപ്പെടുന്നവനാകുന്ന ഒരു ശുശ്രൂഷകൻ. എങ്ങനെയുള്ള അവർ കോമ്പറ്റൻസ് നമ്മുടെ എന്തോ മലയാളം വായിച്ചോട്ടെ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. പ്രൈസ് ദി ലോർഡ്. നമ്മളിലുള്ളതായ ആ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതായ ആ ഒരു അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യാറില്ലേ? അതുപോലെ ഒരു കോമ്പറ്റൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു കോമ്പറ്റൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിനെ ഉയർത്തുന്ന ഒരു കോമ്പറ്റൻസ് ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാവുന്നു. ക്രിസ്തു ഒരു വ്യക്തിയെ മാത്രം ഞാൻ വേദപുസ്തകത്തിലേക്ക് പറഞ്ഞു സുപരിചിതമായ അനേക സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒരു വ്യക്തിയെ മാത്രം അദ്ദേഹത്തെ ചില പ്രത്യേകത മാത്രം പറഞ്ഞാൽ പ്രസംഗ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഒരു സുപരിചിതനായ യോശുവ മോശയുടെ ശുശ്രൂഷകനായി കണ്ടു. ഒരു ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ മോശ യോശുവയുടെ ക്വാളിറ്റീസ് എന്തെല്ലാമായിരുന്നു? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 17:8. Exodus chapter 17 verse 8. ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ ദൗത്യം എല്ലാവരും കേട്ടെ. You are in a battlefield. യുദ്ധത്തില്ല. അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. വെള്ളിയാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് വ്യാഴാഴ്ച രാത്രികാലം അമേരിക്ക ശക്തികളോട് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നീ ശുശ്രൂഷയിൽ നിന്നതിലേക്കാൻ ഇടയായിട്ടുള്ളൂ. വ്യാഴാഴ്ച രാത്രി നിനക്ക് വേർതിരിക്കപ്പെട്ട രാത്രിയാണ്. വെള്ളിയാഴ്ച പകൽ നിനക്ക് വേർതിരിക്കപ്പെട്ട പകലാണ്. അമാലേക്കന്മാർ എപ്പോഴും നമ്മൾ ചുറ്റുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മോശിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമാലിക ശക്തി ഒരു വരുന്നത് നമ്മുടെ ഏകത്തിലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും വീക്ക്നെസ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ ടച്ച് ചെയ്യുവാൻ ഇടയായിത്തീരും.
അതുകൊണ്ട് എപ്പോഴും ചെയ്യുന്നതോ കുഞ്ഞുങ്ങളെല്ലാം രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ എല്ലാവരും കുഞ്ഞുങ്ങളെ രക്തത്തിൽ ദിവസവും വൈകിട്ട് എന്റെ തലമുറ ഞാൻ യേശു രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നത്. കാരണം അമേരിക്ക ഫൈൽ എപ്പോഴും ഉണ്ട്. അമേരിക്കൻസ് എപ്പോഴും ഇസ്രായേൽ യുദ്ധം ചെയ്യുക. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവർക്ക് എപ്പോഴും യുദ്ധത്തിന്റെ കൊതിയ. അവർക്ക് എങ്ങനെ ഇസ്രായേലിനെ തോൽപ്പിക്കണം. പക്ഷെ ഇസ്രായേൽ പറയും ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. We are a chosen people of the Lord. ഞങ്ങൾ ദൈവത്താൽ വിളിക്കുന്ന എല്ലാവരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പല ശക്തികളാ പ്രിയപ്പെട്ടവരെ. എന്തോ ബ്ലാക്ക് മാസ്, അന്യാരാധന, നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ. അമേരിക്ക ശക്തികൾ. അവിടുത്തേക്കാ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മള് രക്തത്താൽ മുദ്രയിട്ട് കഴിഞ്ഞ ദിവസം 2 കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞയച്ചു. അവനെ തൊടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിന്റെ രക്തത്താലുള്ള മുദ്രയാ അവനെ തൊടാൻ സമ്മതിക്കത്തില്ല. ഒന്നാമത്തെ ശുശ്രൂഷകന്റെ ദൗത്യം അമാലേക്കുമായിട്ടുള്ള യുദ്ധം. ഞാൻ ഈ അമേരിക്കയുടെ മേൽ പറയുമ്പോൾ ഇറ്റ്സ് എ ഫൈറ്റ് വിത്ത് ദ വേൾഡ് പ്രഷേഴ്സ്, ദ വേൾഡ്ലി നീഡ്സ്. ലോകത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കൂട്ടുകാരെ ആരും കളിക്കളയിൽ എല്ലാവരും വേണം. പക്ഷെ ഏത് കൂട്ടുകാരും, ഏത് പ്രവൃത്തിയും, ഏത് ടീമും, ഏത് ഓർഗനൈസേഷനും ആയാലും വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും നീ ഇസ്രായേൽ ആണെങ്കിൽ നിനക്ക് യാതൊരു പദ്ധതി പാടില്ല. നീ അമേരിക്കനായിട്ട് യാതൊരു കൂട്ടുകെട്ടിന് പോകല്ലേ. നീ ഫൈറ്റ് ചെയ്യേണ്ടവരാ. എവിടെ ബാറ്റിൽ ഫീൽഡിൽ വന്നിട്ട് ഒന്നാമത്തെ യോശുവയുടെ ദൗത്യം അമേരിക്കയുമായിട്ടുള്ള യുദ്ധമാണ്. രണ്ടാമത്തെ യോശുവയുടെ ഗുണം എന്തായിരുന്നു? നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. 24-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. ശുശ്രൂഷകനായ യോശുവ മോശ പർവ്വതത്തിലിരിക്കുമ്പോൾ സകല ശുശ്രൂഷകനായ യോശുവ പാളയത്തിൽ പോയി അഹരോന്റെ കാളക്കുട്ടിയെ ആരാധിക്കുകയോ, അഹരോന്റെ കാളക്കുട്ടിയെ കളിപ്പിക്കുകയോ, അഹരോന്റെ കാളക്കുട്ടിയോട് സന്തോഷിക്കുകയല്ല ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവൻ എനിക്ക് വേണ്ടി 40 ദിവസം ദൈവത്തിൽ സഞ്ചരിക്കുമ്പോൾ മുട്ടുമേലിരിക്കുകയായിരുന്നു യോശുവ. ഒരു ശുശ്രൂഷയുടെ ക്വാളിറ്റി മറ്റനേകർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വന്നോണ്ട് ഞാൻ പറയല്ല മോനെ, സിബി വന്നിട്ടുണ്ട്. നിങ്ങളെ മറക്കാതെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലയത്തിൽ കാലുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഡെമോൺ ചർച്ചയുടെ ഗുണമത എവിടെ പോയാലും സിബി കുടുംബവും സ്റ്റാലിന് എല്ലാം നമ്മുടെ പഴയ ഭാഷയുടെ എല്ലാവരോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജോലിയാണ്. വന്നോണ്ട് ഞാൻ പറയല്ല, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. പർവ്വതത്തിൽ മോശ 40 പകലും 40 രാവും അതേ ദൈവത്തിൽ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ യോശുവയ്ക്ക് വേണമെങ്കിൽ പാളയത്തിൽ പോയി പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ യോശുവ പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ നേതാവ്, എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു വേദനിക്കുന്നവൻ ദൈവത്തിന് 40 പകലും 40 രാവിരിക്കുമ്പോൾ ഞാൻ മറ്റു കാര്യത്തിന് പോകത്തില്ല. പർവ്വതത്തിൽ അടിവാരത്തിൽ കാത്തിരിക്കുന്നവനായിരുന്നു യോശുവ. മൂന്നാമതായിട്ട് യോശുവയുടെ ക്വാളിറ്റി എന്തായിരുന്നു? വായിക്കാൻ നമുക്കൊരു വാക്യം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം. സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. ഒന്ന് വായിച്ചാൽ അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്യമാനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. എന്താ കൂടാരത്തെ വിട്ട് പിരിയാതിരിക്കുന്നത്? ശബ്ദം കേൾക്കുന്നത് കൂടാരത്തിലാണ്. To hear the words of the voice
ഒരു ദൈവഭക്തന്റെ, ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ദൈവ ശബ്ദം കേൾക്കുക. സ്തോത്രം, സ്തോത്രം. അത് എവിടെ ഇരിക്കണം? കൂടാരത്തിലിരിക്കണം. തേജസ്സേറിയ മോശയുടെ ആ മുഖം കാണുമ്പോൾ ജനമെല്ലാം ആ തേജസ് കൊണ്ട് ഭയവില്ലരായി അവരുടെ മുഖം മറയ്ക്കുമ്പോൾ ശുശ്രൂഷകൻ യോശുവ പറയും, ഈ തേജസ്സിന്റെ പകുതി എന്റെ മേൽ വീണിരിക്കുക. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷകൻ കൈത്താങ്ങൽ നൽകണം. മോശയ്ക്ക് കൈത്താങ്ങ് തളർന്നിരിക്കുമ്പോൾ, ഊരിനോടൊപ്പം നിൽക്കുമ്പോൾ അതേ കൈക്ക് ബലം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അതാ ശുശ്രൂഷകന്മാരുടെ ദൗത്യം. ഇന്ന് പകൽ സമയം ആ കുരുവാദം കേട്ടതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ, ഹേതു മീൻസ് കാരണം, റീസൺ. അപ്പോൾ ശുശ്രൂഷയ്ക്ക് എന്തുണ്ടായിത്തീരും? പലതരത്തിലുള്ള ഹേതു. കേൾക്കുന്നതിനെല്ലാം മറുപടി പറയരുത്, പറയുന്നതിനെല്ലാം ആൻസർ പറയാൻ നിൽക്കരുത്. ഞാൻ പെർഫെക്റ്റ് അല്ല, അതാ ഞാൻ പറഞ്ഞ ഈ ദൂത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തത്. അത് ചേർത്തവരെ കേൾപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നാട്ടിലൊക്കെ പോയി നിൽക്കണമെങ്കിൽ വലിയ കൃപയുടെ ആവശ്യമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അവിടെ ഒതുങ്ങി കൂടാനും പറ്റത്തില്ല. രണ്ടിനാലും ഇറങ്ങിയ ദൈവം പഠിച്ചോളാം, ദൈവം പ്രവർത്തിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ദിവസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ സമയം ഒരു ശുശ്രൂഷകൻ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ. ദൈവമക്കളെ, ഞാൻ അനുഭവ സാക്ഷ്യങ്ങളെ കുറിച്ച് ഞാൻ പോകുന്നില്ലെങ്കിലും ഞാൻ പല പ്രാവശ്യം ചർച്ച പറഞ്ഞിട്ടുള്ള എല്ലാ സാക്ഷ്യമുള്ളവരാണ് ഇരിക്കുന്നവരെ. ഞാനൊരു ശുശ്രൂഷയുടെ കീഴിൽ താണിരുന്ന് എല്ലാ മീറ്റിങ്ങിനും വിളിപ്പിച്ചാനുള്ള സമയങ്ങളിൽ എല്ലാ ഒരു മീറ്റിംഗ് പോലും മുടക്കാതെ ദൈവസന്നിധിയിൽ താണിരുന്ന് അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഭവനത്തിൽ മറ്റൊരു കൂട്ടായ്മ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വിളിക്കുന്നവർക്കെല്ലാം അറിയാം. പലരോട് ചോദിച്ചു, തമ്മിച്ചാൽ പോകുന്ന നിർത്തിക്കൂടെ? വിനോദം ഞങ്ങളോട് വരാൻ തുടങ്ങി, ചില ഞങ്ങളോട് വരാൻ തുടങ്ങി. ഞങ്ങൾ കൂട്ടായ്മ തുടങ്ങിയതിനു ശേഷം ഉപയോഗിച്ചാൽ ഞങ്ങളുടെ മേൽ കോൺഫിഡൻസ് വന്ന് എപ്പോഴാണെന്നറിയാമോ? അവിടെ രക്ഷിക്കപ്പെടുന്നതായ, അവിടെ സ്നാനപ്പെടുന്നവരായ വ്യക്തികളെ കൊണ്ടിട്ട് ഞാൻ എനിക്ക് പേരുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്നാനം നിർത്തിയിട്ടില്ല. എല്ലാവരും വിളിക്കുന്നവരെല്ലാം സാക്ഷ്യമാണ്. അവരെ കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട സഭയിൽ കൊണ്ടുപോയി ആ സഭയുടെ നേതൃത്വത്തിലാണ് അവരെല്ലാം സ്നാനപ്പെടുത്തിയത്. ഞാൻ കൂടി സ്നാനപ്പെടുത്തിയ എല്ലാ കുഞ്ഞുങ്ങളെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. 2013 മുതൽ ചർച്ച് ഓഫ് ഗോഡ് ഓഡിയൻ പാസ്റ്ററായിട്ട് അവരുടെ കാർഡ് തന്ന്, അവരുടെ സർട്ടിഫിക്കറ്റ് തന്ന്, മരണവും വിവാഹവും കുറിച്ചുള്ള മറ്റെല്ലാ ശുശ്രൂഷയുള്ള അധികാരം എനിക്ക് തന്നു. അധികാരം മാത്രമല്ല എനിക്ക് ആവശ്യം, ദൈവത്തിന്റെ കൃപയാണ് എനിക്ക് ആവശ്യം. ഒരു ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ, ഒരു ഹേതു കാരണമായി തീരാതിരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെയും ഓരോ ശുശ്രൂഷകന്മാർ മുന്നോട്ട് പോകുവാനിടയായിത്തീരണം. ഇന്ന് പകൽ സമയം ഈ ദൂത ദേവദാസന്മാർക്ക് വേണ്ടി പറയപ്പെടും. ഞാൻ പ്രിയ ജിജിയോടും കുഞ്ഞുങ്ങളോടും ഇവിടെ ശുശ്രൂഷകന്മാരോടും കുടുംബങ്ങളും എല്ലാവരോടും ഞാൻ പറയുകയാണ്. ഞാൻ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അളിയൻ വർഷമയുടെ മൂത്ത ബ്രദറായ ബാബു, നിങ്ങൾക്ക് അറിയാം, അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനോട് പ്രായത്തിൽ വലുതാണ്, പക്ഷെ ഞാൻ സ്ഥാനത്തിൽ അദ്ദേഹമാണ് മൂത്തത്. ഒരു സംസാരം മതിയാക്കി ഞങ്ങളെല്ലാം ശുശ്രൂഷയിലേക്ക് നിറങ്ങി കുറച്ച് കാലത്ത് ഒരു ശുശ്രൂഷ എന്നോട് പറഞ്ഞാൽ, അളിയ പിന്നെ കർത്തൃമേശ എടുക്കുമ്പോൾ ഞാൻ വളരെ സൂക്ഷിക്കും. ഞാൻ നമ്മളെല്ലാം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് കർത്തൃമേശ എടുക്കുന്നത്. ഈ ജോലികൾ ചിലപ്പോൾ സമയത്തൊക്കെയും കഴിവതും നാമിനെ കഴിഞ്ഞാണിട്ട് എന്തെല്ലാം നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന അനുഭവങ്ങൾ കടന്നു വരും. എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് പിന്നെ വൈകിട്ട് വന്ന് ഒരുപാട് വന്ന് കേടാൻ കരയും. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, ആ വ്യാഴാഴ്ചയുടെ രാത്രി ഉപവാസ പ്രാർത്ഥന സഭയിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് സാലമ എന്ന, സാലമ കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും ഒരു കാര്യം പ്രവോക്ക് ചെയ്യാതെ എന്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതിരിക്കാൻ തക്കവണ്ണം സാലമ അത് വളരെ കെയർ ചെയ്യുമെന്ന് പറയാൻ ഇടയാണ്. അതുപോലെ സർവൻസമി കുറെ കാര്യങ്ങളൊന്നും ഞാൻ ആ സമയത്ത് തിരുമശിക്ക് മാത്രമല്ല എങ്കിൽ തന്നെയും ഒരു ദൈവമില്ല ഒരു അൺവാണ്ടഡ് കാര്യങ്ങൾ പറയത്തില്ല. അപ്പൊ തിരുമേശ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര്, അത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അത് ഭയത്തോട് ചെയ്യുന്നതാണ്. യേശുവിന്റെ ശരീരം കീറുന്ന ശുശ്രൂഷ എന്ത് യോഗ്യതയാണ് നമുക്ക്?
ദൈവസഭയിലുള്ള ദൈവമക്കളെ എല്ലാ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവസഭയിലാക്കിയ ദൈവമക്കളെ നിങ്ങളെ നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെ കർത്താവേ നാളത്തെ പലശം ദേവദാസന്മാരെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് പെട്ടെന്ന് കേൾക്കുന്നത്. കർത്താവേ നാളെ കാണുന്ന ദേവദാസനെ നാളെ കാണുന്ന യേശുവിന്റെ ദേവദാസന്മാരുടെ ഒരു ശബ്ദം കേൾപ്പിക്കുവാൻ പരിശുദ്ധാത്മാവോട് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ദമാം സഭ വിളിച്ച് വളരെ സെന്റിമെന്റ് ആയിട്ട് എന്നോട് പറഞ്ഞ ഇത്രയും നാളും ദൈവം നടത്തിയല്ലോ പ്രേക്ഷിത പല പല കാര്യങ്ങൾ പറഞ്ഞ കൂടുതൽ പറഞ്ഞു. നമ്മുടെ സഭ പുറകോട്ട് പോയില്ല, നമ്മുടെ സഭ വളരെയാണ് ചെയ്തു. ഞാൻ ഈ സഭ വിട്ടിട്ട് പോവുകയാണെങ്കിൽ, ദേവദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ സഭയ്ക്ക് ഒരു കോട്ട ഉണ്ടാകാൻ പാടില്ല. ഇത് വളർന്ന് ഇപ്പോൾ നമ്മൾ ദമാമിലെ 2ാമത്തെ സഭയാണെങ്കിൽ ദമാമത്തെ 1ാം സഭയായി തീരുവാൻ ദൈവത്തിന്റെ പ്രവർത്തിക്കും. ഈ പറയപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റവും വലുത് ദ മേഴ്സി ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ കൃപ നമ്മുടെ സഹായിക്കും.